നമസ്കാരം, ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. യുക്രൈനിൽ റഷ്യ നടത്തുന്ന ശക്തമായ വ്യോമാക്രമണത്തിൽ ചർച്ച് മിനിസ്റ്റർ കൊല്ലപ്പെട്ടു. കിഴക്കൻ യുക്രൈനിലെ ജനവാസ മേഖല ലക്ഷ്യമാക്കി നടന്ന മിസൈൽ ആക്രമണത്തിലാണ് സഭാ ശുശ്രൂഷകനായ വിതാലി വിനോഗ്രാഡോവ് കൊല്ലപ്പെട്ടത്. സഭാംഗങ്ങൾക്കും സാധാരണക്കാർക്കും ആത്മീയ പിന്തുണയും സഹായങ്ങളും നൽകുന്നതിൽ സജീവമായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. ആക്രമണത്തിൽ അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്ന ചർച്ചിനും സമീപത്തെ കെട്ടിടങ്ങൾക്കും വൻ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങിയ നാൾ മുതൽ യുക്രൈനിലെ നൂറുകണക്കിന് ആരാധനാലയങ്ങൾ തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് യുക്രൈനിയൻ അധികൃതർ വ്യക്തമാക്കി. തന്റെ ജനതയെ സഹായിക്കുവാനുള്ള ദൗത്യത്തിനിടയിലാണ് അദ്ദേഹം രക്തസാക്ഷിത്വം വരിച്ചതെന്ന് സഭാവൃത്തങ്ങൾ അനുസ്മരിച്ചു. ലോകപ്രസിദ്ധമായ തിയോതിഹുക്കാൻ പിരമിഡുകൾക്ക് സമീപമുണ്ടായ വെടിവെപ്പിൽ മെക്സിക്കൻ സഭ കനത്ത ആശങ്ക രേഖപ്പെടുത്തി. അക്രമ സംഭവങ്ങളിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയ തിയോതിഹുക്കാൻ രൂപതാമെത്രാൻ മോൺസിഞ്ഞോർ ഫ്രാൻസിസ്കോ ഫിഗറോവ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ തടയുവാൻ ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോകണമെന്ന് സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. പ്രദേശത്തെ സുരക്ഷാ സാഹചര്യങ്ങളിൽ ആശങ്ക പ്രകടിപ്പിച്ച അദ്ദേഹം മനുഷ്യജീവന്റെ മഹത്വം തിരിച്ചറിയണമെന്നും സമാധാനത്തിന്റെ പാത സ്വീകരിക്കണമെന്നും ഓർമ്മിപ്പിച്ചു. വിനോദസഞ്ചാരികളും തദ്ദേശവാസികളും ഒരുപോലെ എത്തുന്ന സുപ്രധാന കേന്ദ്രത്തിലുണ്ടായ ഈ അക്രമം വലിയ ഭീതിയാണ് പടർത്തിയിരിക്കുന്നത്. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും സമാധാനം പുനഃസ്ഥാപിക്കുവാൻ അധികൃതർ അടിയന്തര ജാഗ്രത കാട്ടണമെന്നും സഭ ആവശ്യപ്പെട്ടു. അമേരിക്കൻ കത്തോലിക്ക സഭയിൽ വൈദികാർത്ഥികളുടെ എണ്ണത്തിൽ വൻ വർധനവ്. 2026 രാജ്യത്തുടനീളം 400-ലധികം പുതിയ വൈദികർ പൗരോഹിത്യം സ്വീകരിക്കുവാൻ ഒരുങ്ങുന്നതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പ് പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സഭ നേരിട്ടിരുന്ന വൈദിക ക്ഷാമത്തിന് വലിയൊരു ആശ്വാസമായാണ് ഈ കണക്കുകൾ വിലയിരുത്തപ്പെടുന്നത്. വിവിധ മിഷൻ പ്രവർത്തനങ്ങളിൽ നിന്നും സന്നദ്ധ സേവനങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് പലരും ഈ പാത തിരഞ്ഞെടുത്തത്. ആധുനിക കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ സജ്ജരായ ഒരു യുവനിര സഭയുടെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പുതിയ വേഗത നൽകുമെന്ന് സഭാ നേതൃത്വം പ്രത്യാശ പ്രകടിപ്പിച്ചു. പുരുഷന്മാരെ ക്രിസ്തീയ മൂല്യങ്ങളിൽ വളർത്തുന്നതിനും സമൂഹത്തിൽ ആത്മീയ ഉണർവ് ലക്ഷ്യമിട്ടും സംഘടിപ്പിച്ച ഫിയർലെസ് കോൺഗ്രസ് ഭക്തിസാന്ദ്രമായി സമാപിച്ചു. ഏപ്രിൽ 17 മുതൽ 19 വരെ മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിലുള്ള സാങ്ച്വറി ഓഫ് മെക്സിക്കൻ മാർട്ടേഴ്സിൽ നടന്ന സംഗമത്തിൽ 6500ഓളം പുരുഷന്മാരാണ് പങ്കെടുത്തത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ പരിപാടിയിൽ സംസാരിച്ചു. പ്രശസ്ത മെക്സിക്കൻ ആർക്കിടെക്ട് ബോസ്കോ ഗുട്ടറസ് കോർട്ടിന, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഇസബൽ റോഹാസ് തുടങ്ങിയവർ വിവിധ സെക്ഷനുകൾക്ക് നേതൃത്വം നൽകി. സ്പെയിനിലെ മാഡ്രിഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ പാരിഷ് സാങ്ച്വറി ഓഫ് മരിയ ഓക്സിലഡോറയെ മൈനർ ബസിലിക്കയായി ഉയർത്തിക്കൊണ്ട് ഉത്തരവിട്ട വത്തിക്കാൻ, ആത്മീയവും ചരിത്രപരവുമായ പ്രാധാന്യവും സഭാപരമായ പ്രവർത്തനങ്ങളിലെ സജീവതയും പരിഗണിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ സവിശേഷ പദവി നൽകിയത്. സലേഷ്യൻ സഭയുടെ കീഴിലുള്ള ഈ ദേവാലയം പതിറ്റാണ്ടുകളായി വിശ്വാസികളുടെ വലിയൊരു ആത്മീയ കേന്ദ്രമാണ്. സഭയുടെ ലിറ്റർജിക്കൽ കലണ്ടറിലെ പ്രധാന ദിനങ്ങളിലും തിരുനാൾ ദിനങ്ങളിലും 10,000-കണക്കിന് വിശ്വാസികളാണ് ഇവിടെ എത്തുന്നത്. മൈനർ ബസിലിക്കയായി ഉയർത്തപ്പെട്ടതോടെ വത്തിക്കാനുമായും മാർപ്പാപ്പയുമായും ഈ ദേവാലയത്തിന് കൂടുതൽ അടുത്ത ബന്ധം കൈവരും. പദവി പ്രഖ്യാപനത്തെ സ്പെയിനിലെ കത്തോലിക്ക സമൂഹവും സലേഷ്യൻ സഭയും വലിയ ആഹ്ലാദത്തോടെയാണ് വരവേറ്റത്. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.